Aditya. Let's welcome our favorite Chechi and Aryan. ചോദിച്ചാൽ ഡാഡിയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ പറയും. ഞങ്ങൾ 3 മക്കളില് ഞങ്ങൾ കൂടാതെ ഒരു ചേട്ടനും കൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ 3 മക്കളിൽ ഡാഡിയുടെ ഏറ്റവും ഫേവറേറ്റ് ആണ് ചേച്ചി. പിന്നെ ഞങ്ങളുടെ കുടുംബത്തില് നെക്സ്റ്റ് ജനറേഷനിലെ ആദ്യത്തെ ആളാണ് അതിനകത്ത് കിടക്കുന്നത്. അങ്ങനെയല്ല ഞാൻ പറയാം, ആദ്യത്തെ ആളാണ് അതിനകത്ത് കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ആദ്യത്തെ കസേരയിൽ ഇരുന്നുകൊണ്ടാണ് ആദ്യം എനിക്ക് ചാൻസ് കിട്ടിയത്. സോനമോൾ പറഞ്ഞ തെറ്റാണല്ലോ, 3 പിള്ളേർ എനിക്ക് ഒരുപോലെയാണ്, ഇവൾക്ക് പ്രത്യേകത പരിഗണനയൊന്നുമില്ല. പക്ഷെ ഇവർ പറയുന്നത് അവൾക്ക് കൂടുതൽ പരിഗണനയാണ്. എനിവേ, എൻ്റെ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് കടന്നു വരാൻ പോകുന്ന 17-ാം തീയതിയാണ് ഡേറ്റ് എന്ന് പറയുന്നത്. 17-ാം തീയതി അനുമോളുടെ മമ്മിയുടെ ബർത്ത്ഡേ കൂടിയാണ്, ജൂലൈ 17. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ പൊന്നു വഴിയാണ് നിങ്ങൾ രണ്ടുപേരും എനിക്ക് പരിചയപ്പെട്ടത്. ചേച്ചീനെ എനിക്ക് പണ്ട് തൊട്ട് ഇങ്ങനെ കേട്ട് പരിചയമുണ്ട്. അപ്പൊ ഓൾ ദ ബെസ്റ്റ് വിഷസ്. അങ്കിൾക്ക് ആന്റിക്ക് ഒരു കോൺഗ്രാറ്റുലേഷൻസ്. അത്രയും എന്റെ സൗണ്ട് വെച്ച് ഇതിന്റെ ആവശ്യമില്ല, എല്ലാവർക്കും കേൾക്കായിരിക്കും. എനിവേ, ഞങ്ങള് രാഹുലിനെ അനുവിനെയും ഒരു കുറച്ച് 3-4 വർഷമായി പരിചയപ്പെട്ടിട്ട്. അല്ലെ 3-4 വർഷം അല്ല, അതിലും കൂടുതലായിരുന്നു. 4 വർഷമല്ലായിരുന്നു. 3 വർഷം. എന്താ പറയാ, നല്ല ഓർമ്മകൾ ഞങ്ങൾ കുറെ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. നല്ല മനുഷ്യരാണ്, ഒത്തിരി നല്ല പിള്ളേരാണ്. അങ്ങനെ തന്നെ വളരെ സന്തോഷത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. എല്ലാ അഭിനന്ദനങ്ങളും എല്ലാം സേഫ് ആയിട്ട് എല്ലാം ദൈവാനുഗ്രഹത്തിൽ എല്ലാം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടുപേർക്കും നല്ല ഒരു അച്ഛനും അമ്മയും ആവാനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ ഞാൻ അറിഞ്ഞത് ജീവേച്ചിയും ചേച്ചിയും തമ്മിലൊരു അൺഒഫീഷ്യൽ കോമ്പറ്റീഷൻ ഉണ്ടെന്നുള്ളതാണ്. കാരണം ആ കടിഞ്ഞൂൽ സ്ഥാനത്തിന് വേണ്ടി ഇവര് തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അങ്ങനെ ആരും തിരക്കിടരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാം അതിൻ്റെതായ സമയത്ത് നടക്കും. പാട്ടല്ല, എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് കാണുന്നതാണ് അനുമോളെ. അപ്പോ അനുമോളൊരു അമ്മയാവാൻ പോകുന്നു. അളിയ, എല്ലാവിധ ആശംസകളും. അപ്പം രാഹുലിനും അനുവിനും വെൽക്കം ടു ദ പാരന്റ്ഹുഡ്. അത് വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ്, ഒരു ടാസ്ക് ആണ്. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. താങ്ക് യു. അനുവിന് എൻ്റെ എല്ലാവിധ മദർഹുഡിലേക്കുള്ള എല്ലാ ബെസ്റ്റ് വിഷസും, ഒത്തിരി ജോയും സന്തോഷവും. ഇനി അടുത്ത ഡാൻസും റീലും ഈ കൊച്ചിൻ്റെ കൂടി ആയിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വരാൻ പോകുന്ന ഒത്തിരി വീഡിയോയും റീൽസും അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് വിഷസ് അനു. എന്ത് പറയാൻ, സ്റ്റേ ബ്ലെസ്ഡ്. പിന്നെ ക്ഷമ പഠിക്കുക, നന്നായിട്ട് പഠിക്കണം. അത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചോളും, പതുക്കെ പഠിച്ചോളും. അതിൽ കൂടുതലൊന്നും പറയാനില്ല. രണ്ടുപേരും പാരന്റ്ഹുഡ് നന്നായിട്ട് എൻജോയ് ചെയ്യട്ടെ. ഓൾ ദ ബെസ്റ്റ്. തിരിച്ചൊന്നും പറയാനില്ല. ഒരു മാതാപിതാക്കളാവുന്നില്ല. രാഹുലിനും അനുവിനും ജനിക്കാൻ പോകുന്ന കുഞ്ഞ് നല്ല ആരോഗ്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും വളർത്തി വലുതാക്കി നല്ല കുഞ്ഞായി വളർത്താൻ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ പാരന്റ്ഹുഡും ബ്ലെസ്ഡ് ആയിരിക്കട്ടെ. സോ ഓൾ ദ ബെസ്റ്റ്. അളിയൻ വിളിച്ചപ്പോ സ്വന്തം അളിയനായി, ചേച്ചി വിളിച്ചപ്പോ സ്വന്തം ചേച്ചിയാണ്. വരാൻ പോകുന്ന ആള് സ്വന്തമാണ്, നമ്മളെല്ലാരും സ്വന്തമാണ്. അപ്പൊ അടിച്ചുപൊളിച്ച് ഒരു ലൈഫ് ഉണ്ടാവട്ടെ, അടിപൊളിയാവട്ടെ. ഞാൻ നേരെ ചെക്കന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. എനിക്ക് അളിയനും ചേച്ചീനും അച്ചു വഴിയാണ്. പക്ഷെ ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആണ് അളിയനും അനുചേച്ചിയും.
എപ്പോ വിളിച്ചാലും നമ്മളെ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ സ്വന്തമാണ്. എപ്പോഴും ബെസ്റ്റ് വിഷസ്. ഓക്കെ, അപ്പം ലാസ്റ്റ് ആയിട്ട് ഞാൻ തന്നെ പറയാം. എന്നെ സംബന്ധിച്ച് എനിക്ക് അടുത്ത കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ആള് വരുന്നുണ്ട്. അപ്പൊ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും റീൽസിൽ കേറ്റരുതെന്നാണ് എന്നോട് രാവിലെയായിട്ട് പറഞ്ഞേക്കുന്നത്. പക്ഷെ വിത്ത് ചേച്ചിയുടെ പെർമിഷൻ എനിക്ക് കുഴപ്പമില്ല. അപ്പൊ എനിക്കൊരു എന്താ പറയാ, എന്റെ നെക്സ്റ്റ് റീൽസിനൊക്കെ ഒരു ബഡി എനിക്ക് കിട്ടാൻ പോവാണ്. ഓക്കെ, അപ്പൊ അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമ്മൾ ഒരുപാട് കാത്തിരുന്ന് എന്താ പറയാ, ഞങ്ങൾക്ക് വളരെ എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു സംഭവമാണ് ഇതിലുള്ളത്. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഞങ്ങൾ കൈനീട്ടി സ്വീകരിക്കും. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. പിന്നെ ജെൻഡർ റിവീൽ ഒരു എന്താ പറയുക, ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രം നടത്തുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഒരു ഗെറ്റ് ടുഗദറിന് വേണ്ടി മാത്രം. ഓക്കെ, അപ്പം ഇനി നിങ്ങളുടെ അഭിപ്രായം ഞാൻ ചോദിക്കുകയാണ്. കുട്ടി ആൺകുട്ടി ആയിരിക്കോ പെൺകുട്ടി ആയിരിക്കോ? ആൺകുട്ടി എന്ന് പറയുന്നതിലൊന്ന് കൈവക്കാവോ? ഓക്കെ, ചേച്ചി പറയുന്നു കുട്ടി പെൺകുട്ടിയാണെന്ന്, രാഹുലേട്ടൻ പറയുന്നു കുട്ടി ആൺകുട്ടിയാണെന്ന്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ആൺകുട്ടിയാന്നാ പറയുന്നത്. അപ്പൊ കുറച്ച് കഴിയുമ്പോ അറിയാം. നിങ്ങൾ ഏതായിരുന്നു പറഞ്ഞേ? ആൺകുട്ടി, ഗേൾ ആണ്. ഓ ഓക്കെ, സോറി. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്കപ്പം ജെൻഡർ ഇനി ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് ജെൻഡർ റിവീൽ ചെയ്യാം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, അപ്പം ഈ ഒരു ബോക്സില് ആ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഓക്കെ, സൗണ്ട് സ്കാനിൽ അവർ എഴുതി തന്നതാണ് ജെൻഡർ. ഞാൻ 3 ടൈംസ് ഞാൻ ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. എല്ലാരും എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഇത്ര പേഷ്യൻസ് ഉണ്ടോന്ന്. കാരണം 9 മാസമായിട്ട് ഞങ്ങളത് തുറന്നു നോക്കിയിട്ടില്ല. ഓക്കെ, സാധാരണ ഈ ജെൻഡർ റിവീലും നമ്മുടെ ബേബി ഷവർ ഒക്കെ ഒരു 6th 7th മന്തിലാണ് നടത്തുന്നത്. പക്ഷെ ഇന്ന് ചേച്ചി ഇത് 8.5 അല്ലേ, 8th മന്ത് കംപ്ലീറ്റ് ആയി, 9th മന്തിലേക്ക് കയറുവാണ്. അതായത് ഒരു 3 ആഴ്ച കഴിയുമ്പോ ചേച്ചി നമ്മുടെ എന്താ പറയാ, നിങ്ങളുടെ ഓക്കെ ലേബർ റൂമിൽ കയറേണ്ട ആളാണ്. അപ്പം ഈ ഒരു ലാസ്റ്റ് 8 months എങ്ങനെ ഉണ്ടായിരുന്നു ജേർണി? പ്ലസ് ഭർത്താവിന്റെ കെയറിങ് എങ്ങനെ ഉണ്ടായിരുന്നു? 6 to 7 months സഫർ ചെയ്തു. കാരണം ഫുൾ വോമിറ്റിങ്ങും ഡ്യൂട്ടിയും പരിപാടിയൊക്കെ ആയിട്ട്. പക്ഷെ എനിക്കറിയത്തില്ല, ദൈവം എപ്പോഴും എന്റെ സിസ്റ്ററിന്റെ രൂപത്തിൽ എപ്പോഴും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് സഫർ ചെയ്താൽ സിസ്റ്റർ എന്ന് പറയുമ്പോൾ ടോമിച്ചനെ സോനുനെ ഉദ്ദേശിച്ചാണ്. അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. പൊന്നിനെ എനിക്കറിയാം. ഹോസ്പിറ്റലാണെങ്കിലും ഞാൻ 1 മാസം എന്നും കാണുന്നതുകൊണ്ട് അതൊരു ഭയങ്കര റിലീഫായിരുന്നു. പിന്നെ ഡാഡി മമ്മി ഒത്തിരി മിസ് ചെയ്തു. 9th മന്ത് വരെ ഡാഡി ചോദിക്കാൻ ഇതൊന്നും നാട്ടിലുള്ള പരിപാടി അല്ലല്ലോ ഈ ജെൻഡർ റിവീലിന്. പക്ഷെ 9th മന്ത് വരെ വെയിറ്റ് ചെയ്യാൻ കാരണം തന്നെ ഡാഡിയുടെ മമ്മിയുടെ പ്രസൻസ് വേണം, ഒത്തിരി ആഗ്രഹമുള്ളതാണ്. പിന്നെ ഇതൊന്നും പോയാണെങ്കിലും കേടാണെങ്കിലും നമുക്ക് ഒരു ഡസൻ മാറ്റം. പക്ഷെ നമ്മുടെ ഫാമിലി എപ്പോഴും ക്ലോസ് ആയിട്ടുള്ള എപ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, പക്ഷെ ചേച്ചി ഒത്തിരി കഷ്ടപ്പെട്ടു. ഇവരിപ്പം ഈ റീസെന്റ് അവർ പുതിയ വീട്ടിലേക്ക് മാറിയതേ ഉള്ളൂ. അപ്പോഴൊക്കെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ചേച്ചി രാവിലെ 2 പേര് ഭയങ്കര മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഫിസിക്കലി ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടെന്ന് പറഞ്ഞാലും അവരുടെ 2 പേരും ഒത്തിരി സഫർ ചെയ്തു. ഈ പ്രഗ്നൻസിയും വീട് ഷിഫ്റ്റിങ്ങും എല്ലാം ഒരുമിച്ച് വന്നു. പക്ഷെ നമുക്ക് മെന്റലി സപ്പോർട്ട് കിട്ടിയ ആൾക്കാരാണ് സത്യം പറഞ്ഞ ഇവിടെ നിൽക്കുന്നത്. അതിൽ കുറച്ച് പേരും കൂടെ ഉണ്ട്, അവർ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റിയില്ല. പിന്നെ ഒത്തിരി പേര് ചേച്ചി ഞങ്ങളൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. പിന്നെ ഇപ്പൊ ഞങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചപ്പം കേംബ്രിഡ്ജിൽ നിന്നൊക്കെയാണ് പിള്ളേരെ കൂട്ടിക്കൊണ്ട് ഇവര് അത്രയും ദൂരം വന്നത്. പിന്നെ ഡാഡിയുടെ ചേച്ചി പറഞ്ഞല്ലോ തന്നെ, ഡാഡിയുടെ മമ്മിയുടെ പ്രസൻസ് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതിനാണ് ഈ ഒരു 9th മന്ത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തത്. ഇപ്പൊ മനസ്സിലായോ ജെൻഡർ റിവീല് എന്താ ഉദ്ദേശിച്ചത്? അതായത് നമ്മള് എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു ജെൻഡർ റിവീലൊക്കെ വേണോ എന്നൊക്കെ. പക്ഷെ ഇത് ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് എല്ലാവരും കൂടെ ഉള്ളൊരു ഗെറ്റ് ടുഗദർ, ഒരു എന്താ പറയുക, ഒരു താങ്ക്സ് ഗിവിംഗ് എന്ന് പറയാം.
നമ്മളെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഉള്ള ഒരു താങ്ക്സ് ഗിവിങ്, ആ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി. കാരണം കുറെ നാളായിട്ട് ഇവര് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അപ്പൊ ഈ ഒരു ഇവന്റ് വരുമ്പോൾ എന്തായാലും അവർക്കൊരു റിലാക്സേഷൻ ഉണ്ടാകുന്ന വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോ കൂടുതൽ സംസാരിക്കുന്നില്ല. അയ്യോ, രാവിലെ കൊണ്ട് ചോദിച്ചില്ല, എങ്ങനെയുണ്ടായിരുന്നു ലാസ്റ്റ് 8 months? എന്നാലും എല്ലാവരും, എല്ലാ ഫാമിലിയും ഫ്രണ്ട്സും കസിൻസ് എല്ലാം നല്ലൊരു സപ്പോർട്ടായിരുന്നു എനിക്ക് കിട്ടിയത്. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു എവരിബഡി. ജെൻഡർ റിവീൽ ചെയ്യാം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, അപ്പൊ നമ്മള് ഇത് നിങ്ങൾ ഞാൻ പറയുമ്പോ 3, 2, 1 പറയും. ഇത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന്. ഓക്കെ, ഇതില് കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ റൂൾസ് അറിയാലോ. പിങ്ക് ആണെങ്കിൽ ഗേൾ ആയിരിക്കും, ബ്ലൂ ആണെങ്കിൽ ബേബി ബോയ് ആയിരിക്കും. ഓക്കെ, 3, 2, 1 ഗോ. സോറി, ട്വിൻസ് അല്ല എന്തായാലും. സോ ഇതിൽ നമുക്കിനി സോറി മാറിപ്പോയി. ഇതിലിപ്പോ എല്ലാ കളേഴ്സും ഉണ്ട്, 2 കളേഴ്സും ഉണ്ട്. സോ ഇതിലിപ്പം ജെൻഡർ ഇല്ല, അറിയാൻ പറ്റില്ല. സോ നമ്മൾ ഇത് മാറ്റി വെക്കാം. There goes my heart beating, 'cause you are the reason I'm losing my sleep. Please come back now. There goes my mind erasing, and you are the reason that I'm still breathing. I'm hopeless now. There goes my hand shaking, and you are the reason. If I could turn back the clock, I'd make sure the light defeated the dark. I'd spend every hour of every day keeping you safe, and I'd climb every mountain and swim every ocean just to be with you and fix what I've broken. No, 'cause I need you to see that you are the reason. നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഞാൻ പറയില്ല, പക്ഷെ ഇവരൊക്കെ ദിവ്യ ചേച്ചി പിങ്ക് ചേച്ചി ഒക്കെ ഈ ഒരു ഏജിൽ ഫുള്ള് എൻജോയ് ചെയ്ത് കൊച്ചിനെ വെച്ച് ഡാൻസ് ചെയ്ത് ആ സൈഡിൽ കൊച്ചിന് ഫുഡ് കൊടുക്കും, ഈ സൈഡിൽ വന്ന് റീൽസ് എടുക്കും, ആ സൈഡിൽ വീട്ടിൽ കൊച്ചിന് സ്റ്റാൻഡ് പറ്റും, ഇവിടെ വന്ന് റീൽസ് എടുക്കും. അങ്ങനെ ഞങ്ങള് കണ്ട ഞങ്ങൾ രണ്ടും സോറി ഞങ്ങളത് കാണാറില്ല. അങ്ങനെ ഞങ്ങളുടെയൊക്കെ എന്താ പറയാ ഒരു മോഡൽ ഇവർ രണ്ടുപേരുമാണ്. ഇപ്പോഴും ഭയങ്കര ആക്റ്റീവായിട്ട് റീൽസ് ഒക്കെ എടുത്ത് ഇവരുടെ പേജ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം കേട്ടോ. അത് ദിവ്യ, ഇത് പിങ്കി. നിങ്ങൾ പേജ് ഫോളോ ചെയ്ത് അറിയാം. മിനിറ്റിന് റീൽസ് വരുന്നത്. നമ്മുടെ റീൽസ് ഒന്നുമല്ല, അതൊരു ഫുൾ ഡാൻസ്. അപ്പോ ഇവരുടെ കുറെ ഫ്രീഡം ഒക്കെ മാറും. പക്ഷെ പിങ്കി ചേച്ചി പറഞ്ഞൊരു പോയിന്റ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്, പിങ്കി ചേച്ചി പറഞ്ഞു നമ്മള് എന്താ പറയാ ചിലപ്പം എന്താ ഭർത്താവ് അപ്പനായി മാറുമ്പോ കുറെ റെസ്പോൺസിബിലിറ്റീസ് വരുമ്പോ ആ ഒരു ഗ്യാപ്പ് ചിലപ്പോ ഫീൽ ചെയ്യും. നമ്മള് പണ്ടത്തെ റൊമാൻസ് ഒന്നും കാണിക്കാനുള്ള സമയം കിട്ടത്തില്ല. പക്ഷെ കൊച്ചിനോട് നമുക്കെന്താ അറുത്തു മാറ്റാൻ പറ്റാത്ത ഒരു ഭയങ്കര ബന്ധം വരും. കൊച്ചിന് വേണ്ടി നമ്മള് മരിക്കാൻ വരെ തോന്നുന്ന ആ ഒരു ഫീൽ, ആ ഒരു ബോണ്ടിലേക്ക് മാറുമെന്ന് പിങ്കി ചേച്ചി പറഞ്ഞു. അപ്പൊ ഞാനിവിടെ എന്തെന്നറിയില്ല, എല്ലാം എന്നോടാ പറയുന്നത്. അപ്പൊ ആ കുറച്ച് പോയിന്റ് നിങ്ങളും കൂടെ മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ബാഡ്ജ് ഇതൊരു ഫോർമാലിറ്റിക്ക് വെച്ചിരിക്കുന്നതല്ല. ഇനി മുതൽ അപ്പനാണ്, ഇനി മുതൽ
നോക്കിയ പോലെ കുറെ കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും. അല്ല, ഈ ഒരു ജനറേഷൻ വരെ കേട്ടോ, കുറെ കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും. പക്ഷെ ആ ഒരു എന്താ പറയാ മദർഹുഡ് എൻജോയ് ചെയ്യുക എന്നേ പറയാറുള്ളൂ. കൊച്ചിനെ ഫ്രീ ആവുമ്പോ റീൽസ് എടുക്കാൻ എന്റെ കൂടെ വിടുക. പിന്നെ പക്ഷെ സ്നാക്കി മാറ്റാൻ നേരത്ത് ചേച്ചിന്റെ വരൂ. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ചേച്ചി അല്ലെ ഒരമ്മ ആകുക എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. റെസ്പോൺസിബിലിറ്റീസ് മാറ്റി വെക്കട്ടെ, ഒരുപാട് പെയിൻ ഉണ്ട്, ഒരുപാട് എന്താ പറയാ കുറെ കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മുടെ അമ്മമാർക്കൊക്കെ അറിയാം, നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും അതാണ് സത്യം. അമ്മ എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള 8 മാസം 9 മാസത്തെ കണക്ക് മാത്രമല്ല, കുറെ കാര്യങ്ങളുണ്ട്. അപ്പം എന്താ പറയാ മദർ എന്ന് പറയുന്നത് ശരിക്കും പറയാം ക്വീൻ ആണ്. അപ്പം അതിന്റെ ഒരു രാമേട്ടൻ ഒരു ക്രൗൺ ചേച്ചിനെ അണിയിക്കാൻ പോവാണ്. കാത്തിരുന്നുണ്ടായ ബേബിയാണ്, അല്ല ഉണ്ടാകാൻ പോകുന്ന ബേബിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടുകാരും എല്ലാവരും ഒത്തിരി എക്സൈറ്റഡ് ആണ്. ഇരട്ടി മധുരം എന്ന് പറയുന്ന പോലെ എന്റെ ചേട്ടനും ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു, അതും ബേബി ബോയ് ആണ്. അപ്പൊ ഹോപ്പ്ഫുള്ളി നമ്മുടെ 2 ബോയ്സും ഒരുമിച്ച് അടിപൊളിയായിട്ട് നല്ല ബ്രദേഴ്സും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോവായിരിക്കും അല്ലേ? ആസ് യൂഷ്വൽ എല്ലാം സർപ്രൈസ് ആയിരുന്നു. ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങള് വരാൻ പറഞ്ഞു, വന്നു. ബാക്കിയെല്ലാം പ്രിപ്പറേഷൻ എല്ലാം സോനു ഹസ്ബൻഡ്, ടോംസി, കസിൻസും ഫ്രണ്ട്സും ഫാമിലിയും എല്ലാരും കൂടെ അറേഞ്ച് ചെയ്തു. എല്ലാരും ഒത്തിരി എൻജോയ് ചെയ്തു. പിന്നെ ഇതൊരു ഒരു ഗെറ്റ് ടുഗദറിന് വേണ്ടി നടത്തിയൊരു പാർട്ടി അത്രേ ഉള്ളൂ. ബോയ് ഓർ ഗേൾ ഇറ്റ് ഡസന്റ് മാറ്റർ. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. എല്ലാം അടിപൊളിയായിട്ട് നടന്നു.
നല്ല മൊമെന്റ്സ് ആയിരുന്നു. രാഹുലിന്റെ പേരൻസിനെ, ബ്രദറിനെ, സിസ്റ്ററിനെ ഒക്കെ ഒത്തിരി മിസ് ചെയ്യുന്നു ഈ പ്രോഗ്രാമില്. പിന്നെ എന്റെ ചേട്ടനും വൈഫിനെ മിസ് ചെയ്യുന്നു. പിന്നെ എന്താ അറേഞ്ച് ചെയ്ത എല്ലാവർക്കും, എസ്പെഷ്യലി എന്റെ സിസ്റ്റർ സോനുവിനും ഹസ്ബൻഡിനും എല്ലാരും ഇൻവോൾവ് ആണ്. എന്നാലും അവരെ എടുത്ത് പറയണം, അവരുടെ പ്ലാനിങ്ങും കോർഡിനേഷനും എല്ലാം കുറെ കഷ്ടപ്പെട്ടു. അവര് കുറെ എല്ലാവരെയും കൂടെ മിങ്കിൾ ചെയ്യാനും എല്ലാവരെയും നമ്മളെ ഹെൽപ്പ് ചെയ്ത് അവരാണ്. എന്താ പറയാ, വി ആർ ബ്ലെസ്ഡ് ടു ഹാവ് ദം, അത്രേ ഉള്ളൂ. ഒത്തിരി നല്ല മൊമെന്റ്സ് കിട്ടി. ഇൻ ഫ്യൂച്ചർ എന്തായിരിക്കും നമുക്ക് അറിയാത്തത് കൊണ്ട്, പക്ഷെ നമുക്ക് ഏറ്റവും വേണ്ടത് ഒരു ഫാമിലി സപ്പോർട്ടാണ്. കൊച്ചിന്റെ കാര്യങ്ങളും എല്ലാം നന്നായി ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ എന്താ ഒരുമിച്ച് നമ്മളിങ്ങനെ എല്ലാരും ഒരുമിച്ച് വളരുവാണല്ലോ, എല്ലാ കാര്യങ്ങളും. നമുക്കൊന്നും കിട്ടാത്ത ഒരു വലിയ ഭാഗ്യാണ് നമ്മുടെ ബേബിക്ക് കിട്ടാൻ പോകുന്നത്. കാരണം നമ്മള് ബേബി വരാൻ പോകുന്നത് തന്നെ ഞങ്ങള് ഒരു പുതിയ വീട്ടിലോട്ടാണ്. അത് തന്നെ വലിയൊരു ഭാഗ്യാണ്. കറക്റ്റ് സമയത്ത് ഞങ്ങൾക്കൊരു വീട് ശരിയാവുന്നു, ബേബിയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു ആഫ്റ്റർ ഡെലിവറി. കൊണ്ടുവരാൻ പറ്റുന്നു. അതൊക്കെ എപ്പോഴും ഒരു ബ്ലെസ്സിങ് ആയിട്ട് മാത്രം കണ്ട് ബേബി വളരട്ടെ. എല്ലാരും സഫർ ചെയ്തും എല്ലാവരും കഷ്ടപ്പെട്ടൊക്കെയാണ് എല്ലാം നേടുന്നത്. അപ്പൊ ബേബി ഇതൊക്കെ കണ്ട് വളരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള നല്ല പേരൻസ് ആവാൻ നമുക്കും കഴിയട്ടെ. പിന്നെ കൂടുതൽ സിബ്ലിങ്സ് വരട്ടെ. അങ്ങനെ ഒരു നല്ല ഫാമിലി ആവട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അല്ലേ? താങ്ക് യു വെരി മച്ച്.